ഈ തൈറോയിഡ് എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ്, ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്രന്ഥിയാണ് കഴുത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം കൂടുകയോ കുറയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖം ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും സാധാരണമായിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം, അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോവുക എന്നുള്ളത്. ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ പലതും ഉണ്ട്. അതിലേറ്റവും സാധാരണ നമ്മൾ വണ്ണം കൂടും, പിന്നെ ഹാർട്ടിൻ്റെ റേറ്റ് കുറയും, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആവും, മുടി പൊഴിച്ചിലുണ്ടാവാം, സ്ത്രീകൾക്ക് പീരിയഡ്സിന് പ്രശ്നം ഉണ്ടാവാം, ചിലർക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും, ചിലർക്ക് പീരിയഡ്സ് വിട്ടുപോകും. അങ്ങനെ പല തരത്തിലും അത് ശരീരത്തിനെ ബാധിക്കും. മാനസികമായിട്ടും നമ്മൾ വളരെ ഡള്ളായി പോവും, എന്നിട്ട് ഒരു ഡിപ്രഷനിലേക്കും പലരും പോവും തൈറോയിഡിൻ്റെ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തൈറോയിഡിൻ്റെ ലെവൽ കൂടുമ്പോൾ. കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ചിലപ്പോൾ നെഞ്ചെടുപ്പുണ്ടാവും, വണ്ണം കുറയും, മെലിഞ്ഞു പോവും ശരീരം, നല്ല വിശപ്പുണ്ടാവും, പക്ഷേ ശരീരം മെലിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവും. ആ രീതിയിൽ പല സിംറ്റംസും ഹൈപ്പർ തൈറോയിഡിസം കാണിക്കാം. ഈ തരം ലക്ഷണങ്ങൾ വല്ലതും ഉണ്ട്, നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യം പോയി ഡോക്ടറിനെ കാണുക, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് സാധാരണമായ എല്ലാ ലബോറട്ടറിയിലും കാണും. അതിൽ വല്ല വ്യത്യാസം കാണുകയാണെങ്കിൽ ഡോക്ടറിനെ കാണുക. കാരണം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണാൻ ഉള്ള അസുഖങ്ങളാണ്. അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാതെ വേണ്ട ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന അസുഖമേ ഉള്ളൂ. അപ്പോൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കോമൺ ആണ്, പക്ഷേ പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല.